ഹായ്, നമസ്കാരം. ഞാൻ ജബ്ബാർ ഇടുക്കി, പ്രവാസി മലയാളി അസോസിയേഷൻ മലേഷ്യയുടെ സ്ഥാപകരിൽ ഒരാളാണ്. മുൻ സെക്രട്ടറിയും നിലവിലെ അസോസിയേഷൻ്റെ ഫിനാൻസ് സെക്രട്ടറിയുമാണ്. ഇത് എൻ്റെ സുഹൃത്ത് ഷക്കീർ ചാവക്കാട്. ഞങ്ങൾ 2001 ഫസ്റ്റ് മലേഷ്യയിലെത്തി ഒരു വിദേശമോഹം കൊണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. ഏകദേശം ഒരു 4 നൂറ്റാണ്ടിനോടടുക്കിയാണ് ഞങ്ങളുടെ മലേഷ്യയിലെ പ്രവാസ ജീവിതം. ഏകദേശം ഒരു 2 വർഷത്തോളം ഞങ്ങളിവിടെ വർക്ക് ചെയ്യുകയും അതിനുശേഷം ഞങ്ങൾ സ്വന്തമായ ഒരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ബിസിനസ് സംരംഭം തുടങ്ങി. ഇന്ന് സർവശക്തനായ തമ്പുരാൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. ഞങ്ങളുടെ വിജയത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഒരു രീതിയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വലയം അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിജയം. ഞങ്ങൾക്ക് ഏകദേശം ഒരു 16 ഷോപ്പുകളോളമുണ്ട്, 250 സ്റ്റാഫുകളോളമുണ്ട്. ഇത്രയും ആളുകൾക്ക് ഞങ്ങൾക്ക് അവരുടെ ഫാമിലിയെ നോക്കുന്നതിനും മറ്റുമുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ ഞങ്ങൾക്ക് സർവശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായി. അത് തന്നെയാണ് എപ്പോഴും ഞങ്ങൾ ഹൈലൈറ്റായിട്ട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം. അതേപോലെ ഇവിടെ എത്തി ഞങ്ങൾ ചില സാമൂഹിക പ്രവർത്തനങ്ങൾ പ്രവാസി മലയാളി അസോസിയേഷൻ എന്ന സംഘടനയിലൂടെ ഞങ്ങൾ നടത്തുകയുണ്ടായി. അസോസിയേഷൻ്റെ നിലവിലെ ട്രഷററാണ് ഞാൻ. ഷക്കീർ നഗരസഭ സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെ കുറച്ച് ആളുകൾ കൂടി സംഘടിപ്പിച്ച ഈ ഒരു സംഘടന ഇന്ന് 1000 പരം മെമ്പർമാരോടുകൂടി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ മറ്റുള്ള നല്ല നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് സംഘടനയും നമ്മുടെ പ്രവാസ ജീവിതവും ബിസിനസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പാർട്ട്ണർ ജബ്ബാർ പറഞ്ഞതുപോലെ നമ്മളിവിടെ വന്ന് മലേഷ്യയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 25 വർഷം, 24 കഴിഞ്ഞ് 25 വർഷം ആവാറായി. ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങളും മലേഷ്യയിൽ നമുക്കുണ്ടായി. എന്നിരുന്നാലും നമ്മുടെ വിജയം വളരെ വിജയത്തിലെത്താൻ കഴിഞ്ഞത് നമ്മുടെ സ്റ്റാഫുകൾ നമ്മളെ വളരെയധികം, ഞങ്ങൾക്ക് കിട്ടിയ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം വളരെ നല്ല വ്യക്തികളായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് സ്റ്റാഫുകളെ കൊണ്ട്. മറ്റ് സ്റ്റാഫുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനിയാണ് NKI ബിസ്ട്രോ കിട്ടിയ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല കുട്ടികളായിരുന്നു. ഞങ്ങൾക്ക് അവരെ കൊണ്ട് ഒരുപാട് വിജയത്തിലെത്താൻ കഴിഞ്ഞു. അതോടൊപ്പം ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ്, ഞങ്ങൾ 3 പേരാണ് പാർട്ട്ണർഷിപ്പ്. ജബ്ബാർ, ഷബീർ, ഷക്കീർ. ഞങ്ങളതിനെ പേരെന്നെ വിളിക്കുന്നത് JSS എന്നുള്ളൊരു ഗ്രൂപ്പിലാണ് ഞങ്ങളെ പേരിൻ്റെ അക്ഷരമിട്ടിട്ട് ഞങ്ങൾ അറിയപ്പെടുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഞങ്ങൾക്ക് വളരെ വിജയത്തിലെത്താൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം മുതലേ വന്നത് നമ്മുടെ നാട്ടുകാരനായ ഒരാളെ കേച്ചേരിയിലുള്ള മുഹമ്മദ് അലി എന്ന ആളുടെ ഇതിലാണ് ആദ്യം വന്നത്. നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് വന്നത്. അതിൻ്റെ ആ ഒരു ഗുണങ്ങളും ബർക്കത്തും അങ്ങനെ വന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തമായി ബിസിനസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇന്ന് വലിയ നിലയിൽ എത്താൻ കഴിഞ്ഞു. ഇനിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ, ബിസിനസ് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് എല്ലാവർക്കും ബിസിനസ് ചെയ്യാം. പക്ഷേ റെസ്റ്റോറൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലയും അറിയുന്ന ഒരു വ്യക്തിക്കാണ് ഇത് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു മേഖലകൾ നമുക്ക് ആദ്യം മുതലേ നമുക്ക് വന്ന് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ ഇവിടെ വന്ന പോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും A മുതൽ Z വരെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാ വർക്കും നമ്മൾ പഠിച്ചു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഇന്നും നമുക്ക് ഒരു സ്റ്റാഫില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് മാറി നിന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ കഴിവുണ്ട്. കുക്കിംഗ് ആണെങ്കിലും എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാ മേഖലകളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് നമുക്ക് എങ്ങനെയും എന്തും ചെയ്യാം എന്നുള്ളൊരു കഴിവ് നമുക്കതിൽ കിട്ടി. അതൊക്കെ വലിയൊരു അനുഗ്രഹങ്ങളാണ്. പിന്നെ നമ്മുടെ ആദ്യകാല ചരിത്രങ്ങളിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ 0-ൽ വന്നതാണ്. അങ്ങനെ നമുക്ക് വന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ
ഫ്രണ്ട്ഷിപ്പ് വലയം. മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദർ തന്നെ, വാപ്പ, ഞങ്ങൾ രണ്ടുപേരും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നും നമുക്ക് ലക്ഷങ്ങൾ തന്നിട്ട് ഞങ്ങളെ സഹായിച്ച ആളാണ് എൻ്റെ വാപ്പ. എന്തായാലും എൻ്റെ ആ വാപ്പാക്ക് ഒരുപാട് നന്ദി, അഭിനന്ദനങ്ങൾ. അതിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും നാട്ടിൽ ഇതേപോലെ തന്നെ പേഴ്സണലായിട്ടും ഉണ്ട്. അതുകൂടാതെ തന്നെ പാർട്ട്ണർഷിപ്പിലും പോകുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്, മറ്റ് ബിസിനസ്സുകളുണ്ട്, പല പരിപാടികളുമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് എത്ര വർഷത്തോളം മലേഷ്യ നിൽക്കാൻ പറ്റുന്നോ അത്ര കാലങ്ങളെന്നോളം നിന്ന് കഴിഞ്ഞിട്ട് നാട്ടിൽ ഞങ്ങൾക്ക് ഇതേ കൂട്ടുകെട്ടോട് കൂടിയിട്ട് വലിയ ഒരു സംരംഭങ്ങൾ പടുത്തുയർത്തണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നേരത്തെ ഷക്കീർ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ബിസിനസ് കൊണ്ട് ഉണ്ടായ നമുക്കുള്ള ഒരു അനുഗ്രഹങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം നമ്മുടെ ഒരു ചാരിറ്റിയുടെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മുടെ സ്റ്റാഫുകളുടെ ഇടയിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ 200 ചില്ലാൻ സ്റ്റാഫുകളുണ്ട്, അതിൽ വളരെ കഷ്ടപ്പെട്ടവരുണ്ട്. പിന്നെ അവരുടെ ഫാമിലിയിൽ വരുന്ന അസുഖങ്ങൾ, അതിനൊക്കെ നമ്മൾ സഹായിക്കുക, അതാണ് കൂടുതൽ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. നമ്മൾ കുടുംബത്തിനെ സഹായിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകളെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു സഹായ രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നേരത്തെ പിന്നെ ഞങ്ങൾ വന്നത് തൃശ്ശൂരുള്ള മുണ്ടത്തിക്കോടുള്ള മൊമാലിയാജിയുടെ കെയർ ഓഫിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷണം തന്നെയാണ് ഞങ്ങളെ ഇന്ന പണികൾ പഠിക്കണം, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷണം, ആ രീതി ഒക്കെ തന്നെയാണ് നമ്മുടെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. അതേപോലെ നേരത്തെ ഷക്കീർ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ ബിസിനസ് ഞങ്ങൾ വൈഡായിട്ട് കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇന്നൊരു പാർട്ട്ണർ പാലക്കാടുള്ള ഷബീർ, അദ്ദേഹം പാലക്കാട് ജില്ലയിൽ കുഴൽമന്നം സ്വദേശിയാണ്. അദ്ദേഹം കൂടെ ചേർന്നപ്പോൾ ഞങ്ങൾ 3 പേരുമാണ്. ഞങ്ങളുടെ എല്ലാ ബിസിനസ്സിനും 3 പേര് കൂടിയിട്ടാണ്. ഞങ്ങളുടെ ആ ഒരു ഐക്യം തന്നെയാണ് ഞങ്ങളുടെ വിജയം. എപ്പോഴും ആരോടും എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എൻ്റെ ഇടം കൈയും വലം കൈയാണെന്നാണ് ഞാൻ എല്ലാവരോടും പറയാറ്, ഷബീർ. അപ്പോൾ അത് മലേഷ്യയിൽ തന്നെ ഞങ്ങളുടെ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചിട്ട് വളരെയധികം പ്രശംസനീയമായ ചർച്ചകളാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു കൂട്ടായ്മയിലൂടെ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ബിസിനസ് സംരംഭം, അതേപോലെ ഇവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങളും. അത് പച്ചയായ ഒരു സത്യം തന്നെയാണ്. അതേപോലെ ഞങ്ങളിവിടെ ബിസിനസ് പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഷക്കീർ പറഞ്ഞു, ഷക്കീറിൻ്റെ ഉപ്പ എൻ്റെ ഉപ്പാൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ തന്നെയാണ്. എൻ്റെ ഉപ്പാൻ്റെ പോലെ തന്നെയാണ് ഞാൻ ഷക്കീറിൻ്റെ ഉപ്പാനെ കാണുന്നത്. കാരണം സാമ്പത്തികമായിട്ട് നമുക്ക് ഇവിടെ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ പകച്ചു നിന്നൊരു സമയമുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. ആ ഒരു സമയത്ത് പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കും. അപ്പോൾ ഞാൻ ഉപ്പാനോട് പറഞ്ഞു, ഞാൻ ഉപ്പാൻ തന്നെ വിളിക്കാം, ഉപ്പ തന്നെ പൈസ റെഡിയാക്കി തരണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷക്കീറിൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ പറയുകയാണ്, ഉപ്പ തന്നെ പൈസ ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് തന്ന് നമുക്ക് ഒരു മനോധൈര്യം, പൈസയുടെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നല്ലൊരു സംഖ്യ ആ സമയത്ത് ഞങ്ങൾക്ക് തന്നിട്ട് അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു വിജയത്തിൻ്റെ ഒരു ആത്മധൈര്യം അവരൊക്കെ നൽകുക. അതൊന്നും എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ സഹപാഠികൾ എല്ലാവരോടും ചേർത്ത് നിർത്തിയിട്ടുള്ള ആ ഒരു കൂട്ടായ്മയോട് പോകുമ്പോൾ ഉന്നത വിജയം കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല. മലേഷ്യയിലെ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത്, മലേഷ്യയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഗൾഫ് കൺട്രികളിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഗൾഫ് UAE സംബന്ധിച്ചിടത്തോളം UAE ആളുകളൊക്കെ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് ചെറിയൊരു എമൗണ്ട് പോലെയാണ് തോന്നുക. ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇവിടുത്തെ സ്പോൺസർമാരും അതുപോലെ പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ആളുകളൊക്കെ ഒരുപാട് ഫണ്ടൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അത് ലോസായി പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, പിന്നെ മുന്നേ നോക്കാതെ. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ ഈ വിസിറ്റിംഗ് വിസയിൽ മലേഷ്യയിൽ ഒരുപാട് ഓഫറുകൾ, ജോലി ഓഫറും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഈ ഗൾഫ് കൺട്രികളിൽ വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് അവിടെ വിസയാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് മലേഷ്യയിലില്ല. മലേഷ്യയിൽ ആ ഒരു സംവിധാനം ഇല്ല. അത് മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് ഏജന്റുമാർ ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ലക്ഷങ്ങൾ വാങ്ങിച്ച് വലിയ ഓഫർ കൊടുത്തിട്ട് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ തന്നെ വലിയ ഓഫർ കേട്ടിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന സാഹചര്യം അവരൊക്കെ നമ്മൾ പിന്നെ സംഘടനയുടെ ഇതിലേക്ക് കയറ്റി അയക്കുകയും നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും കയറ്റി വിടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളോടൊക്കെ പറയാറുള്ളത്, ഇവിടെ സംഘടന അസോസിയേഷനൊക്കെ വെൽ സെറ്റപ്പിലാണ് പോകുന്നത്. ഇന്ത്യൻ എംബസിയൊക്കെ ആയിട്ട് നല്ല ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി പോകുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെ ഓഫറുകളൊക്കെ കിട്ടുമ്പോൾ സംഘടനയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ന് അന്വേഷിക്കാനൊക്കെ ഒരുപാട് വെബ്സൈറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട് അതൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ വേണം ഇത്തരം കാര്യങ്ങൾക്ക് മലേഷ്യയിലേക്ക് വരാനുള്ളത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് സാന്ദർഭികമായിട്ട് പറയാനുള്ളത്.
അതേപോലെ തന്നെ ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾ എടുത്തു പറയുമ്പോൾ ഞങ്ങളുടെ സ്പോൺസർമാരെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ സ്പോൺസർമാർ 3 പേരുണ്ട്. മെയിനായിട്ട് മുഹമ്മദ് ഇബ്രാഹിം ഖാൻ ഞങ്ങളുടെ മൈരസിംലാലിൻ്റെ സർമാലിലെ ഒരു VIP തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ പിന്നെ വിജയത്തിൻ്റെ പിന്നിലുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട്, നല്ലൊരു മനസ്സിന് ഉടമയാണത്. ഞങ്ങൾ നന്നായി കാണണം, വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിച്ച ഒരു സ്പോൺസറാണ്. അത് തന്നെയാണ് ഹൈലൈറ്റ് അദ്ദേഹത്തിൻ്റെ. എന്തിനും ഏതിനും പോസിറ്റീവായിട്ടുള്ള മറുപടി അല്ലാതെ മൈനസ് അടിച്ചിട്ട് ഒന്നും പറയാറില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിൽ ഞങ്ങൾ കണ്ട ക്വാളിറ്റി. അതാണ് ഞങ്ങളുടെ ഫാമിലി അംഗം പോലെയാണ്. കാരണം ഞങ്ങളെ ഫാമിലിനായിട്ടും എല്ലാ രീതിയിലും നല്ല ബന്ധങ്ങളും. കാരണം ലോക്കൽസിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ മലേഷ്യയിൽ അത്രയും നല്ലൊരു ലോക്കൽസിനെ ഇവിടുത്തെ ആളെ കിട്ടിയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കതൊരു വലിയ കഴിവാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല. അങ്ങനത്തെ ഒരാളെ കിട്ടണമാണ് നമ്മള്. അതാണ് ഞങ്ങള് ആദ്യം നമുക്ക് പറയേണ്ടത്. നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം, ഏറ്റവും ബിസിനസ്സിൽ ഞങ്ങൾക്ക് നല്ല സുഗമമായ നടത്തിപ്പിലൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സ്പോൺസർമാരാണ്. അതേപോലെ തന്നെ 3 ആളും വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളെ ബിഗ് ബോസ് ആണ് ബോസ് ഇബ്രാഹിം, മുഹമ്മദ് ഇബ്രാഹിം ഖാൻ, രണ്ടാമത് ഫാറൂഖ്, മൂന്നാമത് നമ്മുടെ ഖൈറുൽ അൻവർ ഫാമിലി. പിന്നെ അദ്ദേഹത്തിന്റെ വാപ്പായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു അബൂബക്കർ. അത് മരണപ്പെട്ടു. അയാള് അബൂബക്കർ എന്ന് പറഞ്ഞ ആള് അൻവറിന്റെ വാപ്പ ശരിക്കും ഒരു മലയാളി തന്നെയാണ്, അസൽ മലയാളിയാണ്. എന്റെ നാട്ടുകാരനാണ്, ചാവക്കാട്ടുകാരനാണ്. ഞാൻ ചാവക്കാട് മന്ദലകുന്നുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. നല്ലൊരു മനുഷ്യനായിരുന്നു. അതും ഞങ്ങളുടെ വിജയത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഫാറൂഖ് നമ്മുടെ പാർട്ട്ണറും കൂടെയാണ്. അദ്ദേഹം പിന്നെ ഞങ്ങളുടെ സ്പോൺസറിൽ ഒരാളാണ്. അവരൊക്കെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിജയം തന്നെ. അപ്പോൾ പറയാനുള്ളത്, ഈ നമ്മൾ എപ്പോഴും ബിസിനസ് മലേഷ്യയിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. ഇവിടെ വന്നവരാരും പരാജയപ്പെട്ടു പോയിട്ടില്ല. നല്ല രീതിയിൽ പോകുന്നവർക്ക് നല്ല വിജയങ്ങൾ സുനിശ്ചിതമാണ് മലേഷ്യയിൽ. അത് എല്ലാ പണ്ടത്തെ ആളുകളൊക്കെ പറയും മലേഷ്യയിലെ ബിസിനസ്സിൻ്റെ രീതികൾ എങ്ങനെയാണ്. നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി എല്ലാവരും സഹായിച്ച് ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും എടുത്തു പറയാനുള്ള നമ്മുടെ ഒരു വിജയം ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അത് ഞങ്ങളുടെ സംഘടനയിലായാലും ബിസിനസ്സിലായാലും ഒക്കെ ഫ്രണ്ട്ഷിപ്പ് പിന്നെ മുൻഗണന കൊടുത്തു കൊണ്ടുപോകുന്നത്. കുറെ കാലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നാലും ഇപ്പൊ നമ്മുടെ ഈ സംഘടനാ ചട്ടക്കൂടിലൂടെയാണ് ഞങ്ങൾക്ക് ഒരുപാട് ജോഹർ മുതൽ അങ്ങേയറ്റം വരെയുള്ള ഒരുപാട് ഫ്രണ്ട്സുകളെ, കുറച്ചൊന്നല്ല ഒരുപാട് ഫ്രണ്ട്സുകളെ ഞങ്ങൾക്ക് കിട്ടി. ഒരുപാട് ആൾക്കാരെ അറിയാൻ കഴിഞ്ഞു. സ്വന്തം നാട്ടിലുള്ള ആൾക്കാരെ പോലും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അത് നമ്മുടെ ഈ PMI എന്നുള്ള സംഘടനാ രൂപത്തിലൂടെ തന്നെയാണ് നമുക്കത് കിട്ടിയത്. ആ ഒരു ബന്ധം ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. ജോഹർ ഇപ്പൊ സിംഗപ്പൂർ ബോർഡർ ജോഹറിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോൺ കോൾ മതി. അത് അലോ സ്റ്റാർ. ഈ മലേഷ്യയുടെ ഈ അറ്റം അങ്ങേ അറ്റം എന്ത് കാര്യങ്ങൾക്ക് നമ്മുടെ സംഘടനാ വലയം ഒരു സെറ്റപ്പ് തന്നെയാണ്. അതൊക്കെ തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉള്ള ഒരു വിജയം. അപ്പോൾ ബിസിനസ്സിനായാലും സാമൂഹിക സേവന രംഗത്തായാലും ഫ്രണ്ട്ഷിപ്പിന് നല്ലൊരു മെജോറിറ്റി കൊടുക്കുന്ന ഒരു ടീം തന്നെയാണ് ഞങ്ങളുടെ NK Bistro പാർട്ട്നേഴ്സ് ഗ്രൂപ്പ്. അതുപോലെ നേരത്തെ പിന്നെ നമ്മുടെ ഒരു പാർട്ട്ണർ ഷബീറിൻ്റെ ഫാദർ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ആയിരുന്നു. അദ്ദേഹം ഇവിടെ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് നോക്കിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഷബീറിനുള്ളത്. പിന്നെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് അവരുടെ ബിസിനസ് ഞങ്ങളുടെ ബിസിനസ് ഒന്നിച്ച് ഡെവലപ്പാക്കി കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ബിസിനസ്സിലുള്ള പാഠവും അവരുടെ ഒരു സപ്പോർട്ടും ഒക്കെയാണ് എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ഒരു വിജയം തന്നെ.